മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ രാജ്ഭവനിൽ ഉപയോഗിക്കരുതെന്ന് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക ദൂതൻ വഴിയാണ് സർക്കാർ നിലപാട് ഗവർണറെ അറിയിച്ചത്. ഭാരതാംബയെ കൈവിടില്ല എന്ന് വ്യക്തമാക്കി ഗവർണർ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുകയും ചെയ്യും. വിവാദങ്ങൾ പരാമർശിക്കാതെയാണ് പാഠപുസ്തകത്തിൽ ഗവർണറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയെന്ന് SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗവർണറുമായുള്ള പോരിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭരണഘടന അംഗീകരിച്ച ചിഹ്നങ്ങളെ ഉപയോഗിക്കാവൂ എന്ന നിലപാട് മുഖ്യമന്ത്രി ഗവർണറെ രേഖാമൂലം അറിയിച്ചു. ഇക്കാര്യം ഗവർണർ ഉറപ്പാക്കണമെന്ന ആവശ്യവും കത്തിലുണ്ട്. ഭാരതാംബ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് കത്ത് നൽകിയത്. അതേസമയം കത്തിന് മറുപടി നൽകാൻ രാജ്ഭവനും തീരുമാനിച്ചു. ഭാരതാംബയെ ഒഴിവാക്കി പരിപാടി നടത്താനാവില്ല എന്ന നിലപാടായിരിക്കും സർക്കാരിനെ അറിയിക്കുക. മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ച കാര്യവും മുഖ്യമന്ത്രിയെ ഗവർണർ രേഖാമൂലം അറിയിക്കും. ഇതോടെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് മുറുകുമെന്നുറപ്പ്. എന്നാൽ ഗവർണറെ കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം സർക്കാർ SCERTക്ക് നൽകി. പാഠപുസ്തകത്തിന്റെ കരടിന് ജൂലൈ 4 ചേരുന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകുന്നതോടെ പുസ്തകത്തിന്റെ അച്ചടി ആരംഭിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളതിൻ്റെ എഴുത്തുപണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 4 സംസ്ഥാന കരിക്കുലം കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ആ പുസ്തകം പ്രിന്റിങ്ങിലേക്ക് പോകും. ഭരണഘടനാപരമായിട്ട് തന്നെ കുട്ടികൾ അറിയേണ്ട അധികാരങ്ങളെക്കുറിച്ചാണ് നമ്മളത് കൊടുക്കുന്നത്. മറ്റ് വിവാദ കാര്യങ്ങളല്ല നമ്മൾ പരാമർശിച്ചു. റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.